നമ്മൾ ഇന്ന് നോൺ ഫെറസ് മെറ്റലാണ് നോക്കുന്നത്. അതായത് നോൺ ഫെറസ് എന്ന് പറഞ്ഞാൽ അയൺ ഇല്ലാത്ത, അയൺ കണ്ടെയ്ൻ ചെയ്യാത്തതാണ് നോൺ ഫെറസ് മെറ്റൽ എന്ന് പറഞ്ഞാൽ. ഫെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ആണ്, ഫെറം. അതിന്റെ സിമ്പിൾ Fe ആണ്. ഇനി ഇതിന്റെ നോട്ട് ഇങ്ങനെയാണ്: നോ അയൺ കണ്ടന്റ്. ഇനി ദേ ആർ നോൺ കൊറോസീവ് ആൻഡ് നോൺ മാഗ്നറ്റിക്. അതായത് ഇത് പെട്ടെന്ന് കൊറോഷൻ സംഭവിക്കില്ല, തുരുമ്പെടുക്കില്ല. ആൻഡ് നോൺ മാഗ്നറ്റിക്, അതിന് മാഗ്നറ്റിക് പ്രോപ്പർ, അതായത് അയൺ നിക്കൽ കൊബാൾട്ടിനെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അയൺ നിക്കൽ കൊബാൾട്ട് മെറ്റീരിയലിനെ അട്രാക്ട് ചെയ്യുന്നതിനാണ് മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇത് നോൺ മാഗ്നറ്റിക് ആണ്. ഇനി ഫസ്റ്റ് കോപ്പർ ആണ്, അതിന്റെ സിമ്പിൾ Cu എന്നാണ്. ഇത് പ്രോപ്പർട്ടി ബെസ്റ്റ് കണ്ടക്ടർ ആണ്. നമ്മൾ ഹൗസ് വയറിങ്ങിന് ഉപയോഗിക്കുന്നത്, വയറിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഇത് കോപ്പർ വയറുകളാണ്. പിന്നെ റെഡിഷ് ആണ് അതിന്റെ കളറ്. മാലിബിൾ ആൻഡ് ഡക്റ്റൈൽ, അത് നേർത്ത കമ്പികളാക്കാൻ പറ്റും. പിന്നെ ഡക്റ്റൈൽ ആണ്, അത് തിൻ ഷീറ്റുകളാക്കി മാറ്റാൻ സാധിക്കും. കൊറോഷൻ റെസിസ്റ്റന്റ് ആണ്, പെട്ടെന്ന് ഡാമേജ് വരില്ല, ഓക്സിഡേഷൻ സംഭവിക്കില്ല അറ്റ്മോസ്ഫിയറുമായിട്ട്. മെൽറ്റിംഗ് പോയിന്റ് 1084 ആണ്, 1084 ഡിഗ്രി സെന്റിഗ്രേഡിൽ അത് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. ഇനി ഇതിന്റെ യൂസ് വയേഴ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യും, കേബിൾസിൽ യൂസ് ചെയ്യും, പിന്നെ മോട്ടോർ വൈൻഡിങ്ങുകളിൽ യൂസ് ചെയ്യും. പിന്നെ ഇത് അലോയ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഗോൾഡുമായിട്ട് അലോയ് ഫോം ചെയ്യുമ്പോൾ അത് നമ്മൾ ഓർണമെന്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ കോപ്പർ സിങ്കും ടിന്നുമായിട്ട് അലോയ് ഫോം ചെയ്യുമ്പോൾ സോൾഡർ എന്ന് പറയുന്നൊരു അലോയ് ഫോം ചെയ്യും. സോൾഡറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ആ അലോയ് ആണ്. നെക്സ്റ്റ് അലൂമിനിയം ആണ്. നമുക്ക് ഇപ്പോഴും പരിചയമുള്ളൊരു മെറ്റലാണ്. അതിന്റെ സിമ്പിള് Al എന്ന് പറയും. പിന്നെ അലൂമിനിയത്തിന്റെ ഓറ്, എർത്തിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് പ്യുവർ അലൂമിനിയം ആയിരിക്കില്ല. അപ്പോൾ എർത്തിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന രണ്ട് ടൈപ്പ് ഓറുകളുണ്ട്. ബോക്സൈറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ക്രയോലൈറ്റ് എന്ന് പറയും. അത് അയൺ കണ്ടന്റ് കൂടുതലുള്ളത് എർത്തിൽ നിന്ന് ഡിഗ് ചെയ്തെടുക്കുന്നതാണ്. എന്നിട്ട് പ്യൂരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ അലൂമിനിയം പ്യൂർ ആയിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിന്റെ പ്രത്യേകതകള്. അതിന്റെ കളറ് ലൈറ്റ് ഗ്രേ കളറാണ്. മെൽറ്റിംഗ് പോയിന്റ് 660 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്, മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്. പിന്നെ ലൈറ്റ് വെയിറ്റ്, നമുക്കറിയാം അലൂമിനിയം ഇതൊക്കെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. മാലിബിൾ ആൻഡ് ഡക്റ്റൈൽ. മാലിബിൾ എന്ന് പറഞ്ഞാൽ അത് തിൻ ഷീറ്റ്സ് ആക്കാൻ പറ്റും. ഡക്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിച്ചു നീട്ടി അത് വളരെ കനം കുറഞ്ഞ കമ്പികളാക്കി എടുക്കാൻ പറ്റും. പിന്നെ ലോ കൊറോഷൻ ആണ്, അതിൻ്റെ അറ്റ്മോസ്ഫിയറുമായിട്ട് അതിന് റിയാക്ഷൻ കുറവായിരിക്കും, ഡാമേജ് ആവല് കുറവായിരിക്കും. പിന്നെ യൂസ്ഡ് ഇൻ എയർക്രാഫ്റ്റ്, പ്ലെയിനുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, കാരണം വെയിറ്റ് കുറവായതുകൊണ്ട്. പാർട്ട് ഓഫ് ഓട്ടോമൊബൈൽ എൻജിൻസ്, ഓട്ടോമൊബൈൽ എൻജിൻസിൽ ഇതേപോലെ തന്നെ ഹീറ്റ് ഒരുപാട് ഉണ്ടാകുന്ന സ്ഥലമാണ് ഓട്ടോമൊബൈൽ എൻജിൻ. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഹീറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് എയറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് പോകുന്നതിന് ഈസിയാണത്. പിന്നെ ഹോം അപ്ലയൻസസ്, ഫർണിച്ചർ എക്സെട്ര, നമ്മൾ വീടുകളിൽ പാത്രങ്ങളായിട്ടും കുക്കറായിട്ടും അങ്ങനെയുള്ള സംഭവങ്ങളായിട്ടും യൂസ് ചെയ്യും. പിന്നെ ഫർണിച്ചർ, ഡോറുകൾ പോലെയുള്ള ലൈറ്റ് വെയിറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അലൂമിനിയം യൂസ് ചെയ്യും. നെക്സ്റ്റ് സിങ്ക് ആണ്. അതിൻ്റെ സിമ്പിള് ZN ആണ്, സ്മോൾ n ആണത്, ZN സ്മോൾ n. ഇനി അതിന്റെ ഓറ് എർത്തിൽ നിന്ന് ഡിഗ് ചെയ്തെടുക്കുന്നത് സഫലറൈറ്റ് എന്നാണ് അതിന്റെ പേര്. പിന്നെ പ്രോപ്പർട്ടീസ്, അതിന്റെ കളറ് ബ്ലൂയിഷ് കളറാണ്, ബ്ലൂയിഷ് വൈറ്റ് കളർ ആണ്, ലൈറ്റ് ബ്ലൂ കളറാണ്. മെൽറ്റിംഗ് പോയിന്റ് 420 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. കോപ്പറായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് വളരെ ലെസ് ആണ്. ലെസ് കണ്ടക്ടിവിറ്റി, പിന്നെ ഹീറ്റും ഇലക്ട്രിസിറ്റിയും കടത്തിവിടുന്ന പ്രോപ്പർട്ടിയാണ് കണ്ടക്ടിവിറ്റി, അത് ആ പ്രോപ്പർട്ടി കുറവാണ് അതിന്. ലോ കൊറോഷൻ, അത് അറ്റ്മോസ്ഫിയറുമായിട്ടുള്ള റിയാക്ഷൻ കുറവായിരിക്കും, ഡാമേജ് വരാനുള്ള ചാൻസ് കുറവാണ്. യൂസ് ചെയ്യുന്നത് ഗാൽവനൈസിങ് ദ സ്റ്റീൽ. അതായത് സ്റ്റീലിനൊരു പ്രത്യേകതയുണ്ട്, പെട്ടെന്ന് തുരുമ്പെടുക്കും, റസ്റ്റ് എടുക്കും. അപ്പം പെയിന്റ് ചെയ്യാതെ പെർമനന്റ് ആയിട്ട് ഒരു കോട്ടിങ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഗാൽവനൈസിങ്. അത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്, കെമിക്കൽ പ്രോസസ്സാണ്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നത് അയണിന്റെ പുറത്ത് കോട്ട് ചെയ്യുന്ന, സിങ്ക് കോട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഗാൽവനൈസിങ്. അതിന് സിങ്കാണ് യൂസ് ചെയ്യുന്നത്.
പിന്നെ പെയിന്റുകളിലെ ഒരു മേജർ കണ്ടന്റ്, ചില പെയിന്റുകളിൽ സിങ്ക് ഒരു കണ്ടന്റ് ആണ്. പിന്നെ വുഡ് പ്രിസർവേറ്റീവ്സ്, വുഡ്സ് പെട്ടെന്ന് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഫംഗസ് ഒന്നും അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിക് സെൽസ്, ബാറ്ററികളിൽ സെൽസിൽ സിങ്ക് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ലെഡ് ആണ്, അതിൻ്റെ സിമ്പല് PB ആണ്. ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ കളറ് ബ്ലൂയിഷ് ഗ്രേ കളറാണ്. അതിന് മാലിബിൾ ആണ്, തിൻ ഷീറ്റ്സ് ആക്കാൻ പറ്റും. അതിൻ്റെ ഡക്റ്റൈല്, അത് വലിച്ച് നീട്ടി നൂല് പോലെ ആക്കി എടുക്കാൻ പറ്റും. കൊറോഷൻ റെസിസ്റ്റന്റ്, അതായത് പെട്ടെന്ന് അറ്റ്മോസ്ഫിയറുമായിട്ട് റിയാക്ട് ചെയ്ത് അത് ഡാമേജ് ആവില്ല. മെൽറ്റിംഗ് പോയിന്റ് 327 ആണ്, അത് വെരി ലെസ്, സ്മോളർ ടെമ്പറേച്ചറിൽ തന്നെ അത് മെൽറ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ യൂസ് കോട്ടിംഗ് ദ ഇലക്ട്രിക് കേബിൾ, ഇലക്ട്രിക് കേബിളിൽ അതൊരു കോട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്യും ഇൻസുലേഷന് വേണ്ടിയിട്ട്. വാട്ടർ പൈപ്സ് ആൻഡ് റൂഫിംഗ് യൂസ് ചെയ്യാറുണ്ട്. യൂസ്ഡ് ഫോർ സോൾഡറിങ് ആൻഡ് ഫ്യൂസസ്. ഫ്യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് സപ്ലൈയിൽ ഓവർ കറണ്ട് വന്നു കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് സോൾഡറിങ്, മെറ്റൽസിൽ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസിൽ ജോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോൾഡേഴ്സിൽ ലെഡ് കണ്ടന്റ് ഉണ്ടാവും. പിന്നെ ഗുഡ് ഇൻസുലേറ്റർ, ഒരു ഇൻസുലേറ്റർ ആണ്, കറണ്ട് പാസ് ചെയ്യിപ്പിക്കുകയില്ല അതിന്. എഗെയിൻസ്റ്റ് ദ ന്യൂക്ലിയർ റേഡിയേഷൻ, അതായത് യുറേനിയം, തോറിയം ഇതേപോലത്തെ മെറ്റൽസിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ റേഡിയേഷൻസിനെ തടഞ്ഞു നിർത്താനുള്ള കഴിവ് ലെഡിനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫാക്ടറികൾ വർക്ക് ചെയ്യുന്നവർ ലെഡിന്റെ ആപ്രൺ ആണ് യൂസ് ചെയ്യുന്നത് റേഡിയേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ടിന്നാണ്, അതിന്റെ സിമ്പല് SN ആണ്. ഇതിന്റെ പ്രോപ്പർട്ടീസിലും കളറ് ബ്ലൂയിഷ് വൈറ്റ് കളറാണ്. ഗുഡ് കണ്ടക്ടർ ആണ്, കറണ്ട് ഇലക്ട്രിസിറ്റിയും ടെമ്പറേച്ചറും ഹീറ്റും പാസ് ചെയ്യിക്കും. ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലാണ്, അതായത് വലിച്ചു നീട്ടാൻ പറ്റും. അത് നമുക്ക് മാലിബിൾ ആണ്, തിൻ ഷീറ്റ്സ് ആക്കാൻ പറ്റും. കൊറോഷൻ, അറ്റ്മോസ്ഫിയറുമായിട്ട് റിയാക്ഷൻ കുറവായിരിക്കും, ഡാമേജ് വരൽ കുറവായിരിക്കും. യൂസസ് പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഫുഡ് കണ്ടെയ്നേഴ്സ് ആയിട്ട് ടിന്നിൻ്റെ മെറ്റൽ യൂസ് ചെയ്യാറുണ്ട്. അതായത് തിൻ ഷീറ്റ്സ് ആയിട്ട് കണ്ടെയ്നേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഷീറ്റ്സ് ആയിട്ട്. അലോയ് വിത്ത് ലെഡ് ഫോം സോൾഡർ, അതായത് ലെഡും ടിന്നും കൂടി കമ്പൈൻ ചെയ്യുന്നതിനാണ് സോൾഡർ എന്ന് പറയുന്നത്. സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു അലോയ് ലെഡും ടിന്നും കൂടി ചേർന്നതാണ്. ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ലെഡിനേക്കാളും ലെസ് ആണ്, 232 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. വളരെ സ്മോളർ ടെമ്പറേച്ചറിൽ തന്നെ അത് ഫ്യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് വൺ നോൺ ഫെറസ് മെറ്റൽസിന്റെ അലോയ്സ് ആണ്. അത് പല പ്രോപ്പർട്ടീസും നമ്മൾ പ്യൂറായിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിരിക്കും അലോയ്സ് ആയിട്ട് യൂസ് ചെയ്താൽ. അപ്പോൾ അതിന് ചെയ്യുന്നത്, ആ അലോയ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈക്വൽ പേഴ്സൻറ്റേജ് ആയിരിക്കണമെന്നില്ല, പേഴ്സൻറ്റേജുകൾ ഡിഫറെൻ്റ് ഉണ്ടാവും. ചില മെറ്റല് ഹൈ പേഴ്സൻറ്റേജും ചിലത് ലോ പേഴ്സൻറ്റേജും ആയിരിക്കും. അതിനുശേഷം അത് ഫ്യൂസ് ചെയ്ത് മെൽറ്റ് ചെയ്തതിന് ശേഷമാണ് അത് ഈക്വൽ കോമ്പോസിഷൻ, ഹോമോജീനിയസ് മിക്സ്ചർ ആകും. അതിനുശേഷം വീണ്ടും അത് സോളിഡ് ഷേപ്പിലാക്കി അത് ഫ്രീസ് ചെയ്യാൻ ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ അലോയ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രാസ് ആണ്. ബ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ 60%, അതായത് മേജർ കണ്ടന്റ് കോപ്പർ ആയിരിക്കും. സിങ്ക് 40%, സിങ്ക് 40% ഉണ്ടാവുള്ളൂ. പിന്നെ പ്രോപ്പർട്ടി, മേജർ കണ്ടന്റ് കോപ്പർ ആയിരിക്കും. പ്രോപ്പർട്ടീസ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്, അതായത് എത്ര വലിച്ചു നീട്ടിയാലും അത് ബ്രേക്ക് ആവില്ല. ലോവർ കണ്ടക്ടിവിറ്റി, കറണ്ടോ ഇലക്ട്രിസിറ്റിയോ പാസ് ചെയ്യാൻ അതിന് ബുദ്ധിമുട്ടാണ്. ലോ കൊറോഷൻ, അതായത് അറ്റ്മോസ്ഫിയറുമായിട്ട് റിയാക്ഷൻ കുറവായിരിക്കും. മെൽറ്റിംഗ് പോയിന്റ് 890 ഡിഗ്രി സെന്റിഗ്രേഡ്, 890 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരിക്കും അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്. ഇത് യൂസ് ചെയ്യുന്നത് ലാമ്പ് ഹോൾഡേഴ്സ്, അതായത് ഹീറ്റ് വരുന്ന പ്ലേസുകളിൽ അത് യൂസ് ചെയ്യും. സ്വിച്ചസിൽ യൂസ് ചെയ്യും. പിന്നെ ഓട്ടോമൊബൈൽ ഫിറ്റിംഗ്സ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ബ്രാസ് ഉപയോഗിക്കുന്നത്. കോപ്പറോ സിങ്കോ പ്യുവർ ഫോമിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈ ബ്രാസ് അലോയ് യൂസ് ചെയ്യുന്നതാണ്.
നെക്സ്റ്റ് അനദർ അലോയ് ആണ് ബ്രോൺസ് എന്ന് പറയും. അത് കോപ്പറും ടിന്നും കൂടി കമ്പൈൻ ചെയ്തിരിക്കുന്ന അലോയ് ആണ്. അതിന്റെ പ്രോപ്പർട്ടീസ് ഹാർഡ് ആയിരിക്കും, അത് ബ്രിട്ടിലായിരിക്കും. അത് സ്ട്രോങ് ആണെങ്കിലും പെട്ടെന്ന് ബ്രേക്ക് സഡൻ ഷോക്ക് വന്നാൽ അത് ബ്രേക്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. റെസിസ്റ്റ് കൊറോഷൻ, ഇതും അറ്റ്മോസ്ഫിയറുമായിട്ടുള്ള റിയാക്ഷൻ കുറവായിരിക്കും, ഡാമേജ് ആവില്ല. യൂസസ് മേക്കിംഗ് ബെൽറ്റ്, അതായത് മെറ്റൽ ബെൽറ്റുകൾ ഉണ്ടാക്കേണ്ട കേസുകൾ വരുമ്പോൾ ബ്രോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഗൺ മെറ്റൽ ആണ്. ഗൺ മെറ്റല് 3 അലോയുടെ കോമ്പിനേഷൻ ആണ്, ഡിഫറെന്റ് പെർസെൻറ്റേജില. അതിൽ 88% ആയിരിക്കും കോപ്പർ, 10% ടിന്ന്, 2% സിങ്ക്. ഇത് സ്ട്രോങ് ആയിരിക്കും, ടഫ് ആയിരിക്കും, അതായത് പെട്ടെന്ന് ബ്രിട്ടിലല്ല. യൂസ് ചെയ്യുന്നത് ബോയിലർ ഫിറ്റിങ്സുകളിലാണ്. ബോയിലർ ഫിറ്റിങ്സിൽ ടെമ്പറേച്ചർ ഹീറ്റ് കൂടുതൽ വരാൻ ചാൻസ് ഉള്ള പാർട്സുകളിലാണ് ഗൺ മെറ്റൽ യൂസ് ചെയ്യുന്നത്. അത് ബെൽ മെറ്റൽ എന്ന് പറയുന്ന ഒരു മെറ്റലാണ്. അത് കോപ്പർ 82% കോപ്പറും 18% ടിന്നുമാണ്. ബെൽ മെറ്റൽ ആ പേര് പോലെ തന്നെയാണ്. അത് പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ ആ ടൈമിൽ ബെല്ലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് ആ കോമ്പിനേഷൻ, ആ പെർട്ടിക്കുലർ കോമ്പിനേഷൻ കറക്റ്റ് ആയാലേ ആ സൗണ്ട് മോർ ഡിസ്റ്റൻസിലേക്ക് കേൾക്കുള്ളൂ. പിന്നെ അത് ഹാർഡായിരിക്കും, ബ്രിട്ടിലായിരിക്കും. സഡൻ ഷോക്ക് വന്നു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് മോണൽ മെറ്റൽ എന്ന് പറയും. അത് 3 കോമ്പിനേഷനാണ്, 3 മെറ്റലിന്റെ അലോയിസ് ആണ്. അത് 60% ഓഫ് നിക്കല്, അതാണ് മേജർ കണ്ടന്റ്, പ്ലസ് 38% കോപ്പർ, 2% മാംഗനീസ്. സ്മോളർ എമൗണ്ട് മാംഗനീസും ആ അലോയിൽ ഉണ്ടാവും. യൂസ്ഡ് ഫോർ വാൽവ്സ് ആൻഡ് കണ്ടൻസർ. വാൽവ് എന്ന് പറഞ്ഞാല് ഇൻപുട്ട് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി കണ്ടൻസറിലേക്കും യൂസ് ചെയ്യും. നെക്സ്റ്റ് വൺ ജർമ്മൻ സിൽവർ ആണ്. അതിൽ 25% നിക്കലായിരിക്കും, 60% കോപ്പർ. മേജർ കണ്ടന്റ് കോപ്പർ ആണ്. സിങ്ക് ആയിരിക്കും മൈനർ കണ്ടന്റ്, അത് 15% ആയിരിക്കും. യൂസ്ഡ് ഫോർ സയന്റിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ പ്രിസിഷൻ ആവശ്യമുള്ള ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജർമ്മൻ സിൽവർ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓർണമെന്റ്സ്, ആഭരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടും ജർമ്മൻ സിൽവർ യൂസ് ചെയ്യും. നെക്സ്റ്റ് നിക്രോം ആണ്. 80% നിക്കലായിരിക്കും, 20% ക്രോമിയം ആയിരിക്കും. മേജർ കണ്ടന്റ് നിക്കലാണ്. അത് യൂസ് ചെയ്യുന്നത് ഫർണസുകളിലും ഹീറ്റിംഗ് എലമെന്റ്സിലുമാണ്.